അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഞാൻ ഒരിക്കൽ എൻ്റെ കെട്ടിയോളോട് തിരിച്ചു ചൂടായപ്പോ ശകാരിച്ചപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് പറയാണ്, അള്ളാന്റെ റസൂലിനെക്കാട്ടിലും നല്ല ആളൊന്നല്ലല്ലോ നിങ്ങൾ. റസൂലുള്ളാന്റെ ഭാര്യമാര് ഹബീബിനോട് ചിലപ്പോൾ കൊച്ചത്തിൽ സംസാരിക്കാറുണ്ട്, ഞങ്ങളത് കേൾക്കാറുണ്ട്. റസൂലുള്ള ഒന്നും തിരിച്ചു പറയാറില്ല. നിങ്ങൾ മുത്തുനബിനെക്കാൾ വലിയ ഭർത്താവാകുകയാണോ എന്ന് എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എന്ന് നാടൻ ഹബീബിനോട് പറഞ്ഞതല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മോനെ, യാ ഉമറേ, എന്നോട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരാളൊരു ഭാര്യയുടെ പരാതി പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്ര മനോഹരമായിട്ടാണ് മറുപടി പറയുന്നത്. ഉമറേ, നിങ്ങളുടെ മക്കളെ പ്രസവിച്ചതാരാ? നബിയെ, എന്റെ കെട്ടിയോട് നിന്നോട് ഒച്ചപ്പാടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിന്റെ തിരിച്ചു മറുപടി, ഉമറേ, നിങ്ങളുടെ മക്കളെ പ്രസവിച്ചത് അതാരാ? തങ്ങൾ പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യയാണ്. നിങ്ങൾക്ക് വസ്ത്രം അലക്കി ഭക്ഷണം ഉണ്ടാക്കി തരുന്നതാരാണ്? നബിയേ, എന്റെ ഭാര്യയാണ്. മോനെ, നിന്റെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്തത് ആരാണ്? നബിയേ, എന്റെ ഭാര്യയാണ്. രാത്രിയിലും പകലിലും നിങ്ങൾക്ക് ശാരീരികമായ സമാധാനം, ആനന്ദം തരുന്നത് ആരാ? മോനെ, നബിയേ, എന്റെ ഭാര്യയാണ്. ഇതൊക്കെ ഭാര്യ എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ ഉമറേ, അവര് ചെയ്യുന്ന ത്യാഗങ്ങളും കഠിനാധ്വാനങ്ങളും വലുതാണ്. അതുകൊണ്ട് നിസ്സാരമായ പ്രശ്നം പർവ്വതീകരിക്കുന്നവൻ അവൻ മാന്യനായ ഭർത്താവല്ല, അവൻ അല്ലാഹുവിനെ ഭയമുള്ള നല്ല ഭർത്താവല്ല. മാന്യനായ ഒരു ഭർത്താവിന് അങ്ങനെ ചെയ്യാൻ പറ്റൂല. മാന്യരിൽ മാന്യൻ അയാളുടെ ഭാര്യയോട് നല്ല പെരുമാറ്റമുള്ളവനാണ്. എന്നിട്ട് നബി തങ്ങളുടെ ഹദീസ് പറഞ്ഞു, അത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചതാണ്. ബുഖാരി ഇമാം ഉദ്ധരിച്ച ഹദീസാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസ്. മഹാനായ ബുഖാരി ഇമാം പറഞ്ഞ ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുലിഖത് മിൻ ളിലൈൻ, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലൈൻ. മോനെ ഉമറേ, നിങ്ങളുടെയും എന്റെയും ഒക്കെ പെണ്ണുങ്ങളെ അല്ലാഹു സൃഷ്ടിച്ചത് ആദം നബിയുടെ വളഞ്ഞ എല്ലുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ അങ്ങ് ഞാനും പഠിച്ച് കൽവിൽ അങ്ങ് എഴുതി സീലൊട്ടിച്ചാൽ പിന്നെ പ്രശ്നം പകുതി തീർന്നു നമ്മുടെ കുടുംബത്തിൽ. ഇത് പഠിക്കാത്തത് കൊണ്ടോ ഈ എഡ്യൂക്കേഷൻ നമ്മൾ കൽവിൽ കിട്ടാത്തത് കൊണ്ടോ ആണ്. ആണും പെണ്ണും മനസ്സിലാക്കണം. നേരത്തെ ഞാൻ പറഞ്ഞു, സുപ്രീം പവർ എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, ഒരു പുരുഷൻ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൊടുത്തൊക്കെ ഞാൻ വിശദീകരിച്ച് ഉദാഹരണം ചെയ്യണം. അത് പെണ്ണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ് നമ്മുടെ കുടുംബജീവിതത്തിലെ മനോഹാരിത വളരെ മനോഹരം, പ്രശ്നങ്ങൾ സോൾവ് ആയി. അതുപോലെ പുരുഷൻ അങ്ങോട്ട് പെരുമാറേണ്ട രീതികൾ ആണ് പഠിച്ചു മനസ്സിലാക്കി അത് ലൈഫിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 90% പ്രശ്നം സോളോ. 10% എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും, അതില്ലാത്ത വീടുണ്ടാവില്ല. 90-80% പ്രശ്നം സോൾവ് ആക്കിയിട്ട് നമുക്ക് ലൈഫ് മനോഹരാക്കാം. മഹാനായ ഉമർ ഖത്താബ് തങ്ങളോട് പറയാണ്, ഇമാം ബുഖാരി തങ്ങളുടെ ഹദീസാണ്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലൈൻ, എല്ലാ പെണ്ണുങ്ങളെയും അല്ലാഹു പടച്ചത് ആദം നബിയുടെ വളഞ്ഞെല്ലുകൊണ്ടാണ്. അതുകൊണ്ട് ആ വളവ് അവരുടെ സ്വഭാവത്തിൽ കാണുന്നവരെ. പക്ഷേ നിങ്ങൾ നല്ല പോലെ പെരുമാറിയാ മതി. ഹബീബ് പറയാണ്, ഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലൈൻ ആദമ, ആദം അലൈഹിസ്സലാമിന്റെ വാരിയൽ ഏറ്റവും വളഞ്ഞ ഉയരത്തിലുള്ള മുകളിലുള്ള എല്ല് വലിച്ചൂരിയെടുത്തിട്ടാണ് ഹബീബിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ആ സ്വഭാവക്കേട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മുറുക്കി പൊട്ടിക്കണ്ട. ഒറ്റയടിക്ക് നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. മൈൻഡാക്കാതെ എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. നിങ്ങളുടെ ഇണയോടുള്ള പെരുമാറ്റം ഏറ്റവും നല്ല പോലെയാക്കണേ. ഹബീബുനാ റസൂലുള്ളാഹ് പൂമഴയായി പെയ്തൊഴിയും
ഹബീബനാ സലാം യാ റസൂലനാ സലാം യാ ഹബീബനാ സലാം തഹ്മില പൂമണയായി പെയ്തൊഴിയും നിദാ പാലഴൽ ശീലകളായി പാടിടും നിദാ നിങ്ങളുടെ മക്കളെ പ്രസവിച്ചത് നിങ്ങളുടെ ഭാര്യയല്ലയോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് അവരല്ലയോ, അതുകൊണ്ട് മുറുക്കി മുറുക്കി പൊട്ടിക്കണ്ട. നിങ്ങളുടെ പെരുമാറ്റം നന്നാക്കിക്കോ എന്ന് റസൂലുള്ളാഹി. ഈ ഹദീസിന്റെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളയാണിത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഒരു പെണ്ണിനെ സൃഷ്ടിച്ച അള്ളാഹ്ക്കറിയാം ഒരു പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാണ്. ബയോളജി ഉണ്ട്, സൈക്കോളജി ഉണ്ട്. ആ അള്ളാഹു റബ്ബുൽ ഇസ്സത്താ പറഞ്ഞത് പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം കാണും, നിങ്ങൾ അതിങ്ങനെ സൈക്കിൾ എടുത്ത് കൂടണ്ട, നിങ്ങൾ ചിരിച്ചങ്ങ് പെരുമാറിയാൽ മതി, ഒരു ദിവസം ഉണ്ടാവും, പിന്നെ പിറ്റേന്നേക്ക് നന്നാവും. നിങ്ങൾ അതിന്റെ പേരിൽ മസിൽ പിടിക്കാതെ കിയാമത്ത് നാൾ 1-ാം തീയതി വരെ മാറൂല, സ്വഭാവം നന്നായി കിട്ടൂല. ആകെ ഓപ്ഷനേ ഉള്ളൂ, നിങ്ങൾ നല്ലപോലെ നിന്നാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാ ആളുകളോടും ഇപ്പൊ ഞാനും എന്റെ ഭാര്യ ഇതെല്ലാ ഭാഗവും പറഞ്ഞപ്പോൾ ഞാൻ എന്നോട് എത്ര ദിവസം അല്ലെ എത്ര വട്ടം കഴിവുകളുണ്ട് പരസ്പരം. ഇപ്പൊ ഏതെങ്കിലും യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ അല്ലെ സുബ്ഹാനല്ലാഹ് കാറിൽ കയറും, ഒരു 10 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ തല്ല് തുടങ്ങും. സ്വാഭാവികമുള്ള കാര്യങ്ങൾ. എന്തോ നിസാര കാര്യം പറഞ്ഞിട്ട് പിന്നെ മിണ്ടൂല, കുറെ പെട്ടെന്ന് സ്റ്റെപ്പ്